ഹലോ, എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. ഇന്നത്തെ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താ കാര്യമെന്ന്. ഇന്ന് അടിപൊളി ഒരു ഹെയർ കെയർ ടിപ്പാണ്. ഈ ഹെയർ കെയർ ടിപ്പ് എന്ന് പറഞ്ഞ ടീച്ചേഴ്സ് എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് അന്നമ്മേരെ സ്കൂളിൽ പേരൻസ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്നമ്മേനെയും കൊണ്ട് ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണാൻ പോവാണ്. ഇതാണ് കേട്ടോ അവരുടെ സ്കൂള്. വീട്ടിലെത്തിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നല്ല അടിപൊളി ടിപ്പാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി, മുടി കാട് പോലെ വളരും. ഇന്ന് ഞാനൊരു അടിപൊളി ഹെയർ കെയർ ടിപ്പായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാണ് സാധനം. ഇതൊരു ഹെയർ ടോണറാണ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവം. 4 ഇൻഗ്രീഡിയൻസ് മതി. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കിപ്പം എണ്ണ തേക്കാൻ മടിയാണോ? കുഴപ്പമില്ല. ഹെയർ പാക്ക് ഇട്ട് ഒരു 20 മിനിറ്റൊക്കെ ഇങ്ങനെ ഇട്ട് ഇരിക്കാനായിട്ട് മടിയാണോ? കുഴപ്പമില്ല. അതൊന്നും ചെയ്യണ്ട. ഇത് ജസ്റ്റ് തുറക്കുക. തലയിൽ ഞാൻ ആ ടോണർ അടിച്ചിട്ട് മുടിയൊക്കെ കുളിച്ച് വന്നിരിക്കുകയാണ്. ഈ ടോണർ അടിച്ചിട്ട് ജസ്റ്റ് ഇത് കണ്ട സ്പ്രേ ചെയ്യുക കേട്ടോ. അത്രയ്ക്കുള്ളൂ. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് നേരം തലയിൽ വെക്കുക. നമുക്ക് വേറൊരു ജസ്റ്റ് എന്നിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേറൊരു ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് അബ്സോർബായി പൊക്കോളും. അത്രയും നല്ലൊരു സൂപ്പർ ആൻഡ് ഒരു പ്രോപ്പർ സാധനമാണ് കേട്ടോ. നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പോയി കാണാം. അപ്പോൾ ഹെയർ ടോണർ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഒരു പാത്രം എടുക്കുക. എന്നിട്ട് 2 ടീസ്പൂൺ ചായപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കണേ. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഈ വീട്ടിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം സെയിം അളവിൽ തന്നെ 2 ടീസ്പൂൺ തന്നെ ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കേട്ടോ, റോസ്മേരി ലീവ്സ്. 2 ടീസ്പൂൺ തന്നെ റോസ്മേരി ലീവ്സ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 ഗ്ലാസ് വെള്ളം. ഒക്കെ 2 എന്നുള്ളൊരളവിലാണ് ഞാൻ എടുത്തിരിക്കണേ. നിങ്ങൾക്ക് ഇതൊക്കെ ഒരെണ്ണം മതി എന്നുണ്ടെങ്കിൽ, ക്വാണ്ടിറ്റി കുറവുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് 2 വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി അങ്ങ് തിളപ്പിക്കണം. ഈ 2 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് ഒറ്റ ഗ്ലാസ്സായിട്ട് വറ്റണം. എന്നാലാണ് ഇതിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ലൊരു ഹെയർ ടോണറായിട്ട് മാറുള്ളൂ. എൻ്റെ ഈ തിളപ്പിച്ച വെള്ളം ഒറ്റ ഗ്ലാസ്സായിട്ട് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പ ഞാൻ ഈ ഹെയർ ടോണർ ഉണ്ടാക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു അരിപ്പയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ഈ കറ പിടിക്കാനായിട്ട് സാധ്യതയുണ്ടാവും. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇതിനായിട്ട് തന്നെ ഒരു അരിപ്പ ഞാൻ മാറ്റി വെച്ചിരിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഒരു കൂട്ടും കൂടി നമുക്ക് വേണം ഈ ടോണർ ഉണ്ടാക്കാൻ. അതാണ് സവാളയുടെ നീര്. ഉള്ളിനീരാണെങ്കിൽ ഗുണം കൂടുണ്ടാകും. ഞാൻ ഉള്ളി നന്നാക്കി എനിക്ക് കരഞ്ഞ് ചാവാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ സവാളയുടെ നീരെടുത്തിരിക്കണേ. സവാള ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കുക. എന്നിട്ടത് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ നീര് മാത്രം മതി നമുക്ക് കേട്ടോ. എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. നമ്മുടെ തലയിൽ പുതിയ മുടി കിളിർത്ത് വരാനായിട്ട് വളരെ നല്ലതാണ് സവാളയും റോസ്മേരി ലീവ്സും. താരനും ഒക്കെ മാറും കേട്ടോ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പം നമുക്ക് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഈ ടോണറിലുണ്ട്. ഈ ഹെയർ ടോണർ ഉണ്ടാക്കിയെടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുക. 2 ദിവസം പുറത്തിരിക്കും. 1.5 ആഴ്ചയോളം ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. 1.5 ആഴ്ച കഴിഞ്ഞാൽ ഉപയോഗിക്കരുത്. പിന്നെ പൂപ്പലൊക്കെ വരാനായിട്ട് തുടങ്ങും. ഉള്ളിനീര് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കണ കാരണം കുറേ നാൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല. ഞാൻ ഈ ടിപ്പ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുള്ള ഒരു ടിപ്പാണ് ഈ ടോണർ കേട്ടോ. ഞാൻ ഈ ടോണർ അപ്ലൈ ചെയ്ത് കാട്ടിത്തരേ. ഈ ടോണർ നമ്മൾ മെയിനായിട്ട് സ്കാൽപ്പിൽ വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. മുടി കുറച്ച് ദിവസമൊക്കെ മാറ്റി ഓരോ വാച്ചിൽ പോലെയൊക്കെ എടുത്ത് സ്കാൽപ്പിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രേ വേണ്ടൂ. എന്നിട്ടൊരു 20 മിനിറ്റ് തലയിൽ അങ്ങനെ തന്നെ വെക്കണം. എന്നിട്ട് പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയണം. ഷാമ്പൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ സാധാരണ ഹെയർ പാക്ക് ഇടുമ്പോൾ അതിനേക്കാൾ മുന്നായിട്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയുമല്ലോ, അങ്ങനെയൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. ജസ്റ്റ് സ്പ്രേ ചെയ്യുക, 20 മിനിറ്റ് വയ്ക്കുക, കഴുകി കളയുക. പിന്നെ നമ്മുടെ ഈ ടോണർ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒരു 10 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ആദ്യത്തെ ഒരു ദിവസം ഉപയോഗിച്ചിട്ട് അവർക്ക് തലനീരിറക്കം വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കണം. കാരണം ഇതിൽ ഉലുവയുള്ള കാരണേ ചില കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റില്ല. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം. നല്ല മാറ്റം വരും. കാരണം സവാള എന്ന് പറയുന്നത് കഷണ്ടിയിൽ വരെ മുടി കിളിർപ്പിക്കുന്ന ഒരു സംഭവമാണ്, സൾഫർ കണ്ടൻ്റ് ഉള്ള കാരണം. അപ്പോൾ നന്നായിട്ട് മുടി കൊഴിച്ചിൽ മാറും ചെയ്യും. നല്ല ഉള്ളോടുകൂടി വളരും നമ്മുടെ മുടി. അന്നമ്മയ്ക്കാണെങ്കിൽ ആദ്യമൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല ഈ ഹെയർ പാക്കും ഫേസ് പാക്കൊക്കെ ഞാൻ ഇടുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ.
പറയും അമ്മ എനിക്ക് തേച്ച് തരുമോ, എനിക്ക് തലയിലാക്കി തരുമോ എന്നൊക്കെ പറയും. അന്നമ്മയ്ക്കാണെങ്കിൽ സവാളയുടെ മണമുള്ള കാരണം മൂക്ക് പൊത്തിട്ട് നിൽക്കണം, അവൾക്ക് ആ മണം പറ്റണില്ല. ഈ ഹെയർ ടോണർ ശരിക്കും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിനേക്കാളും മുൻപ് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഡബിളായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. പക്ഷെ ചിലവർക്ക് ഈ പറഞ്ഞോണം സവാളയുടെ മണം പിടിക്കില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുളിക്കണേക്കാളും മുന്നേ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കുളിക്കാൻ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് നല്ലത്. ഞാൻ എപ്പോഴും നൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടാണ് കിടന്നുറങ്ങാറ്. അപ്പോൾ നമ്മുടെ തലയിൽ നല്ല രീതിയിൽ അങ്ങ് പിടിക്കും. പക്ഷേ ഒരു ദിവസം നിങ്ങൾ 1-2 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തലനീരർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ കുളിക്കണേക്കാളും മുന്നേ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കുളിച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് തീരെ സവാളയുടെ നീര് പറ്റണില്ല, അങ്ങനെ കുളിക്കണേക്കാളും മുൻപ് വരെ 15 മിനിറ്റ് മുന്നേ വരെ നിങ്ങൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ മണം തീരെ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ആ സവാള നീര് ചേർക്കുന്ന ആ ഒരു സ്റ്റെപ്പ് നിങ്ങളതങ്ങ് ഒഴിവാക്കിയാൽ മതി. ഉലുവയും ചായപ്പൊടിയും റോസ്മേരി ലീവ്സും മാത്രം ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നാലും നല്ല എഫക്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ടോണറിന്. സവാള നീര് ചേർത്താൽ ഡബിളായിരിക്കും എന്ന് മാത്രം. നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്താലും ടോണർ അപ്ലൈ ചെയ്താലും അത് നമ്മുടെ തലയിൽ പിടിക്കുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ നല്ല രീതിയിൽ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ രക്തോട്ടം ഉണ്ടാവും. അപ്പോൾ തന്നെ നമ്മുടെ തലയിൽ നമ്മുടെ തലമുടിക്ക് ഉണ്ടാകുന്ന ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറാനായിട്ട് അത് ഉപകരിക്കും കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ വീഡിയോ എങ്ങനെ പ്രിപ്പറേഷൻസ് എന്നൊക്കെ കണ്ടില്ലേ? വളരെ ഇത്രയ്ക്കുള്ളൂ, വളരെ എളുപ്പമാണ്. ഇതിൽ ഒനിയൻ ജ്യൂസ് നിങ്ങൾക്ക് അതിൻ്റെ മണമൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങളത് ചേർത്ത് കഴിഞ്ഞാൽ ഡബിളായിട്ട് നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. അതിപ്പോൾ ഒനിയൻ ജ്യൂസ് ചേർക്കുന്നത് നിങ്ങൾക്ക് തലേ ദിവസം രാത്രി ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് താല്പര്യമില്ലെങ്കിൽ പിറ്റേ ദിവസം, അതായത് ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമോ ജസ്റ്റ് കാലത്ത് മോർണിംഗ് ടൈമിൽ, അതായത് കുളിക്കണേക്കാളും ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെറുതെ പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയുക. ഷാമ്പു ഒന്നും ഇതിന് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ജസ്റ്റ് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ റബ്ബ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ മണക്കങ്ങ് പൊക്കോളും. അപ്പോൾ ആവശ്യമില്ലാണ്ട് നമ്മളെപ്പോഴും ഷാമ്പു ചെയ്യുന്നതും എത്ര മൈൽഡ് ഷാമ്പു എന്ന് പറഞ്ഞാലും ഷാമ്പു ചെയ്യുന്നതൊക്കെ തലമുടിക്കൊക്കെ കേട് തന്നെയാണ്. ചെയ്യണമെങ്കിൽ താളി, അതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് കോളേജ് പിള്ളേർക്കൊക്കെ താളി ഉണ്ടാക്കുക ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര, അവർക്കൊന്നും ടൈമില്ല. തല ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ ടൈമില്ല കോളേജ് പിള്ളേർക്കൊന്നും. അത് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ഫ്രിഡ്ജിൽ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. പുറത്ത് 2 ദിവസം ഇരിക്കും, പിന്നെ ഒരു 1-1.5 ആഴ്ചയോളം ഫ്രിഡ്ജിലിരിക്കും. അതിനേക്കാളും കൂടുതൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ്. ഒനിയൻ ജ്യൂസ് ചേർക്കാത്ത മറ്റേ മിക്സ് ഉണ്ടല്ലോ, റോസ്മേരിയും ഉലുവയും നമ്മുടെ തേയിലപ്പൊടി ചേർത്തത്, അതെല്ലാ ദിവസം രാത്രി നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഉലുവരെ നിങ്ങൾക്ക് തണവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് ഉറപ്പ് പറയില്ല കേട്ടോ. ഉലുവ ഭയങ്കര തണവ് നമുക്ക് നൽകുന്ന സംഭവം ആയതുകൊണ്ട് നിങ്ങൾ തലനീരാർക്കുള്ളൊരു സൂക്ഷിച്ചോളാം. പക്ഷേ ഈ ഉലുവ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലയിൽ സെറ്റായി കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ റൂട്ടൊക്കെ ഭയങ്കരമായിട്ട് ബലം ഉണ്ടാവും, താരൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറും. ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ കേട്ടോ.